Hi friends, ഞാൻ ഇപ്പോൾ ഒരു പാലക്കടൻ റാവത്തർ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നില്ല അത് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്തൊക്കെ അത്യാവശ്യ സാധനങ്ങൾ വേണ്ടത് അതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് ആദ്യം നമുക്ക് വേണ്ടത് അരിയാണ്. അരി ഇത് കൈമ റൈസാണ്. പാലക്കടൻ റാവത്തർ ബിരിയാണിക്ക് ശരിക്കും വേണ്ടത് ജീരകശാല റൈസാണ്. അതാണ് ഏറ്റവും നല്ലത്. ഇതാ കൈമ റൈസാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഒരു 1/2 കിലോ കൈമ റൈസ്. ഇത് പിന്നെ 1/2 കിലോ മട്ടൻ. മട്ടൻ ഇത് ഞാൻ കഴുകി മഞ്ഞളിട്ട് കഴുകിയതാണ്. മഞ്ഞൾ കുറച്ച് എന്താ പറയുക, വിനാഗർ കുറച്ചിട്ടു. അപ്പോൾ അത് ആക്ച്വലി മട്ടൻ മേടിക്കുമ്പോൾ മട്ടനിൽ വിനാഗർ ഇട്ട് കഴുകുന്നത് ഏറ്റവും നല്ലതാണ്. അതെ. പിന്നെ അതിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വേണ്ടത് ഇത് ഏലക്കായ്, പട്ട, ഗ്രാമ്പു, കുറച്ചൊരു 6-7 ഗ്രാമ്പു. ഇനി നമുക്ക് ആദ്യം ചെയ്യാൻ പോകേണ്ടത് മട്ടൻ ആദ്യം സെപ്പറേറ്റ് കുക്ക് ചെയ്യുക. ഒരു ഹാഫ് കുക്ക് ചെയ്യുക. അതായത് മട്ടൻ ഇത് ആദ്യം മട്ടൻ എടുത്ത് ചെറിയൊരു കുക്കറിൽ ഇടുന്നു. വെള്ളം വേണ്ട. ഇത് മട്ടൻ ഇട്ടു. സ്റ്റൗ ഓൺ ചെയ്യണം. ഇതിൽ ഇനി ഇടാൻ പോകുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ കടുകെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് കടുകെണ്ണ ഒഴിക്കാം. 1 സ്പൂൺ കടുകെണ്ണ. കൂടുതൽ എണ്ണയൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. എണ്ണ അതിലൊഴിച്ചു. ഇതിലേക്ക് 1/2 കിലോ മട്ടനാണ്. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, നല്ല എരിവുള്ള മുളകാണിത്. എരിവുള്ള തിക്കാൽ മുളകാണ്. അത് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ നമ്മൾ ഇത് എത്ര എടുക്കുന്നുണ്ട്? 1/2 സ്പൂൺ മുളകിട്ടു. ഒരു കാൽ സ്പൂണ് മഞ്ഞളിടുക. 1/4 സ്പൂൺ മഞ്ഞളിടുക. മഞ്ഞളിട്ട് കഴുകിയതാണ്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി. മുന്നേ കണ്ട പൊടിച്ചതാണ് മല്ലിപ്പൊടി. ഒരു സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാൻ മുന്നേ കാണിച്ച മസാല ഉണ്ടാക്കിയിട്ട്, ഗരം മസാല നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ സാധനമാണ്. അതാ ഒരു ഗരം മസാല ഇടുക. ഒരു സ്പൂൺ, ഓൾമോസ്റ്റ് 1 സ്പൂൺ. ഇനി ഇതിന് വേണ്ട ആവശ്യത്തിന് ഉപ്പിടുക. ആവശ്യത്തിന് ഈ മട്ടന് വേണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി. കൂടുതൽ ഉപ്പിടണമെന്നില്ല. മട്ടന് വേണ്ട ഉപ്പ്. ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കുക. എല്ലാ സാധനങ്ങളും ഇട്ടു. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. ഇത് വെള്ളം ഒഴിക്കാതെയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഉണ്ട് അതിൽ. വെള്ളം വേണമെങ്കിൽ അളന്നിട്ട് ഒഴിക്കണം. കുറച്ച് ഒഴിക്കാം. പക്ഷേ അത് അളന്നിട്ട് ഒഴിക്കണം. നല്ലത്. വേഗം ഒഴിക്കും. കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കാം. വേഗം ഓക്കെ. ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. ഒരു കൂടുതലായിട്ട് വെള്ളമില്ല. അതിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതൊരു 1/2 സ്പൂൺ ഇടുക. ഇത് ഒരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ച പേസ്റ്റ് ഇടുക. എന്നിട്ട് ഇളക്കുക നല്ലപോലെ. നല്ലപോലെ ഇളക്കിയ ശേഷം ഇത് നമ്മൾ കുക്കറിൽ ഒരു 5 വിസിൽ. കുക്കറിൽ 5 വിസിൽ. അതേസമയം നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, കൈമ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നമ്മൾക്ക്
കുതിരാൻ വെച്ചിട്ട് പിന്നെ അത് ചെയ്യുന്ന പ്രോസസ്സ് പിന്നീട് പറയാം. നല്ലപോലെ നിലക്കുക. ഇതെല്ലാം ഒരുവിധം ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഇത് എന്ന് പറയുന്നത് മിക്സിയിലിട്ട് അരച്ച് തന്നെ കാണിച്ച തക്കാളി. അപ്പോൾ അത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കണം. അതിലേക്ക് 2 സ്പൂണ് തൈരാണ്, നല്ല കുടിച്ച് തൈര് 2 സ്പൂൺ. അതൊക്കെ നല്ല മിക്സ് ചെയ്യാം. നമ്മളുടെ മസാലകൾ കുറച്ച് മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി വേണ്ട, ഇത് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടിച്ച് പോയത്. ഇനി അടുത്തിരുന്നത് നമ്മൾ മസാല ഇതിനു വേണ്ടി തയ്യാറാക്കിയത്, ഗരം മസാല നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയത്, അത് 1 സ്പൂൺ. ഇത് വലിയ സ്പൂൺ, അതാണ് 1 സ്പൂൺ ചെയ്യുന്നത്. ഇതിൽ എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ഇതിലെല്ലാ ചേരുവകളും ആയിട്ടുണ്ട്. ഇനി ഉപ്പിടാനുണ്ട്. ഉപ്പിടാൻ ബാക്കിയുണ്ട്. നമ്മളത് അരിയിട്ട ശേഷം ഉപ്പിടും. അപ്പോൾ നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. നമ്മളിതിൽ അരിയിടാൻ പോകുന്നതിന് മുന്നേ വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് അര കിലോ റൈസിന് വേണ്ട മെഷർമെൻ്റ് എടുത്തുള്ള വെള്ളമാണ്. അതായത് 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത് മെഷർമെൻറ്റ്. ആ മെഷർമെൻ്റ് ഒന്ന് കറക്റ്റ് ആയിരിക്കണം. കാരണം നമ്മുടെ ചിക്കനിൽ ഇതുണ്ട്, ചിക്കനിലും എന്താ പറയുക വെള്ളമുണ്ട്. ചിക്കനില്ല, മട്ടനിലും വെള്ളമുണ്ട്. മട്ടൻ ഇടട്ടെ. ഇതാ മട്ടൻ. ഇനി മട്ടൻ ഇതിൽ അങ്ങനെ ഇടണം. അതിൽ ആ വെള്ളം മെഷർമെൻറ്റ് അതനുസരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ വെച്ചതിൽ നല്ലപോലെ തെളിച്ചിട്ടുണ്ട്. ഇതാ മട്ടനും ഈ വെള്ളമെല്ലാം ഒഴിച്ച് നല്ലപോലെ തെളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ചെറുനാരങ്ങ നീര്, ജ്യൂസ് അതിലെടുക്കും. ലൈം ഇട്ടു. പിന്നെ അതിൽ
ഇനി ഇടാനുള്ള ലാസ്റ്റ് ഇടാനുള്ള നമുക്ക് ഉപ്പാണ്. അരിക്ക് വേണ്ട ഉപ്പായിട്ടുണ്ട്. ഉപ്പിട്ടുണ്ട്. അത് നമുക്ക് അളവ് വേണ്ടി ചെക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മെഷർമെൻറ്റ് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ഇടാം. മുളകോ എന്ത് വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ അത് നോക്കാം. പക്ഷെ ഞാനതൊന്നും ചെയ്യാറില്ല. എനിക്ക് അറിയാം ഞാൻ ഇടുന്നതിൽ കറക്റ്റായിട്ട് ഇടുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെക്കൊന്നും ചെയ്യാറില്ല. ഇനി നമ്മളത് അരിയിടാൻ പോകുന്നു. ഇത് ഞാൻ കൈമ റൈസ് എടുത്തിരിക്കുന്നത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നു കൈമ റൈസ്. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ഇതിൻ്റെ അളവ് കാണാം, വെള്ളത്തിൻ്റെ ഉണ്ട്. അതെങ്ങനെ ഉണ്ടാവുക. മട്ടനൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇതിലും കൂടി ആയി കഴിഞ്ഞാൽ കറക്റ്റായി മട്ടൻ കാണിച്ചു തരാം. മട്ടൻ ആക്ച്വലി മട്ടൻ മേടിക്കുമ്പോൾ നമ്മൾ ഇറച്ചി മാത്രം മേടിക്കാൻ പാടില്ല. അപ്പോൾ അതിൽ ടേസ്റ്റ് ശരിക്കും ഉണ്ടാവില്ല. എല്ലോടെ കൂടി മേടിക്കുന്നതിനാണ് മട്ടനിൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് മേടിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ ഭാഗത്തിന് പോലെ ചെയ്തിരിക്കുന്നത്. ഇതിൽ എല്ലുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു സിമ്മിലാകത്തുള്ളൂ. സിമ്മിലാണ്. ഇത് 2000 സിമ്മിലാക്കി. ഹായ് ഫ്രണ്ട്സ്, ഇത് ഇപ്പോൾ റെഡിയായി. ഞാൻ ആക്ച്വലി ഇപ്പോൾ കാശ്മീരിലാണ്. അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണി വെച്ചത് അത് തുറക്കാൻ പോവാണ്. കാണിക്കാം. ഇതാ വളരെ കറക്റ്റായി വന്നിട്ടുണ്ട് മട്ടൻ ബിരിയാണി. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സ്മെല്ല്. എന്താ സ്മെല്ല് ഇതിൻ്റെ. നമ്മൾ മട്ടൻ ബിരിയാണി പറഞ്ഞാൽ പാലക്കാടൻ റാവത്തർ ബിരിയാണി. അത് കാണുന്നവരെന്ന് അറിയാം. ഇനി നമുക്കത് സപ്ലൈ ചെയ്യാം. ആ കളറൊക്കെ എന്ത് രസമാണെന്നുണ്ടാവും. അതാണ് അതിൻ്റെ റാവത്തർ ബിരിയാണിയുടെ പ്രത്യേകത. നമുക്ക് കഴിക്കാൻ നോക്കാം. കഴിച്ചിട്ട് അതിൻ്റെ ഗുണം പറയാം എങ്ങനെയുണ്ടെന്ന്. ഇത് ഇറച്ചിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. അരിയും ചോറൊക്കെ കറക്റ്റായിട്ടുണ്ട്. റൈസ് കറക്റ്റായിട്ടുണ്ട്. ഇത് അടുത്തതിൽ സപ്ലൈ ചെയ്യുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് പറയാം. അതാണ് കറക്റ്റ് പ്രൊപ്പോർഷനായിട്ടാണ് വന്നിരിക്കുന്നത്. മണം തന്നെ കേൾക്കുമ്പോൾ മണം നല്ല രസമുണ്ട്. ഇനി കഴിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി പറയും. അടിപൊളിയായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ. ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ടുള്ളത് തൈരും ഇതാ വെച്ചിരിക്കും. തൈരിൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഉപ്പം, തൈര്. പിന്നെ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷ് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ക്കറിയാണ്. പാലക്കാടൻ കായ്ക്കറി പറയും. പക്ഷെ ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. അത് തൽക്കാലം ഉണ്ടാക്കിയിട്ടില്ല. ഇതിൽ തന്നെ നമുക്ക് കഴിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ ഇതെങ്ങനെയുണ്ട് എന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമൃത് യൂസിറ്റാ ഇതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയാം. അമൃത്, ഇത് ഞങ്ങൾ രണ്ടാളും കഴിക്കാതെ അതാ നല്ലത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. എല്ലാ ചേരുവകളും വളരെ കറക്റ്റ്. നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട് അമൃത്? നന്നായിട്ടുണ്ട്.
ആ നോക്ക് പറ ഒന്ന് ഹായ് പറ. ഇത് പോയാ ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അതിൻ്റെ മട്ടൻ ബിരിയാണിയുടെ മട്ടൻ്റെ കൂടെ നമ്മൾ ഇത് കഴിച്ചിട്ട് ബിരിയാണി കഴിച്ചിട്ട് അതിൻ്റെ കൂടെ മാങ്ങയുണ്ട്. നാട്ടിലെ മാങ്ങയില്ലേ, ഇവിടെ നിന്ന് കിട്ടിയ മാങ്ങയുണ്ട്. ഇപ്പോൾ ഞാൻ കാശ്മീരിലാണല്ലോ, ഇത് ഇവിടെ നിന്ന് കിട്ടിയ മാങ്ങയാണ്. പിന്നെ നാട്ടിലെ വെള്ളം ഇതാ കഴിക്കുന്നു. കഴിച്ചിട്ട് അഭിപ്രായം പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ അളവും എരിവും പുളിയും എല്ലാം വളരെ കറക്റ്റായിട്ടുണ്ട്, അക്യുറേറ്റ് ഉണ്ട്. നോക്കൂ മോൻ, ഞാനുണ്ട് അടിപൊളിയായിട്ടുണ്ട്. അതെ, ഇപ്പോൾ അതിനെക്കുറിച്ച്, അതായത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം, അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം. അത് കഴിക്കുന്നുണ്ട്, ലൊക്കേഷൻ കാണിച്ചു തരാം. ഇത് നോക്കേ, ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അതായത് ഓൾമോസ്റ്റ് പാകിസ്ഥാൻ ബോർഡറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് പറയുന്നത് ഉറി സെക്ടറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ വീട്ടിലെ ലോണാണ്, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ക്വാർട്ടറിലെ ലോണാണിത്. പൂക്കളൊക്കെ ഇവിടെ നല്ല അതിമനോഹരമായിട്ടുണ്ട്. പൂക്കളൊക്കെ അതിമനോഹരമായിട്ടുണ്ട്. ഇതതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം. എന്ത് മനോഹരം. ഇപ്പോൾ മഴ പെയ്ത് മാറിയുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ലോണിലിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. മഴ മാറിയുള്ളൂ. ഇത് നമ്മുടെ പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 12 കിലോമീറ്റർ ദൂരമുള്ളൂ. അതായത് കമാൻഡ് പോസ്റ്റ് പറയുന്ന സ്ഥലം ഞങ്ങൾ ഇരിക്കുന്ന അവിടെ നിന്ന് 12.5 കിലോമീറ്റർ ദൂരമുള്ളൂ. അങ്ങനെ പാലക്കാട് മട്ടൻ ബിരിയാണി ഇവിടെ കാശ്മീരിൽ വന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി. ഇതിന് മുന്നേ ഞാൻ വേറെ വീഡിയോയെല്ലാം വേറെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ റാവത്തർ ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, അതാണ് എൻ്റെ ഒരു ഇത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത്, പക്ഷെ അത് നല്ല ടേസ്റ്റായി വന്നു. അമൃത്, എന്തെങ്കിലും ഒന്ന് പറയാം, എങ്ങനെയുണ്ട് ഇത് കഴിച്ചിട്ട്? കുറച്ച് കഴിച്ചല്ലോ. അടിപൊളിയായിട്ടുണ്ട്. ആ, നല്ല ഇതുണ്ട്, ഗീയൊക്കെ നന്നായി അടിപൊളിയായിട്ടുണ്ട്. ഗീ എല്ലാം നമ്മൾ ഒറിജിനൽ ഗീ ആണ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഗീ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതെ, ഈ തൈരും കൂടി ഉപയോഗിച്ച് കഴിക്കും. ഇതൊരു ചെറിയൊരു പിക്നിക് പോലെ നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളിത് ചെയ്യായിരുന്നു. അതെ, ഓക്കെ. എന്തായാലും ഇനി കഴിക്കട്ടെ. ഇനി കഴിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ട്. ഇന്ന് വെനസ്ഡേയാണ്, അതായത് April 19th. ഇവിടെ ഞങ്ങൾ സ്വെറ്റർ കിട്ടിയിട്ടാണ് ഇരിക്കുന്നത്. നാട്ടിൽ പറഞ്ഞ ഭയങ്കര പൊള്ളിക്കുന്ന വെയിലാണ്, അവിടെ ചൂട്. നാട്ടിൽ ഇതേ സമയത്ത് പാലക്കാട് ഒരു 40 ഡിഗ്രി സെൽഷ്യസിലാണ് ഇരിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് ഞാൻ ഇരിക്കുന്ന ഈ കാശ്മീരിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഒരു 12 ഡിഗ്രിയാണ്. ഇപ്പോൾ ഡേ ടൈമിൽ ടെമ്പറേച്ചർ 12 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് സ്വെറ്റർ ഇടേണ്ടി വന്നത്. അതെ, ഏതായാലും ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.